മാലോം പുല്ലൊടി അംഗൻവാടി കെട്ടിടം നവീകരണത്തിലെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി ബിജെപി രംഗത്ത്. പ്രവർത്തന യോഗ്യമല്ലാതായതോടെ താൽക്കാലിക കെട്ടിടത്തിലാണ് ഇപ്പോൾ അംഗൻവാടി പ്രവർത്തിക്കുന്നത്. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. 2014 ഉദ്ഘാടനം ചെയ്ത സംരക്ഷണ ഭിത്തി കനത്ത മഴയിൽ ഇടിഞ്ഞു വീണതോടെയാണ് ബളാൽ ഗ്രാമപഞ്ചായത്തിലെ പുല്ലൊടി അംഗൻവാടിയുടെ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടത്. തൊട്ടടുത്തുള്ള സാരി കൊണ്ട് മറച്ച വാടക മുറിയിലാണ് ഇപ്പോൾ അംഗൻവാടി പ്രവർത്തിക്കുന്നത്. അംഗൻവാടി കെട്ടിടത്തിന്റെ നവീകരണത്തിനായി പഞ്ചായത്ത് തുക അനുവദിച്ചിരുന്നുവെങ്കിലും പ്രവൃത്തി പൂർത്തീകരിക്കാൻ ഇതുവരെയായി കഴിഞ്ഞിട്ടില്ല. കുട്ടികളുടെ സുരക്ഷയുറപ്പാക്കാൻ അംഗൻവാടിക്ക് ചുറ്റുമതിലും ഒപ്പം പ്രവേശന കവാടവും നിർമ്മിക്കണമെന്നതാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. കഴിഞ്ഞ മാർച്ച് 31-നകം നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. സാങ്കേതിക വിഭാഗത്തിന്റെ അനാസ്ഥയാണ് പ്രവൃത്തി വൈകാൻ കാരണമെന്നാണ് ആരോപണം. ഇത് പരിഹരിക്കാനോ പ്രവൃത്തി പൂർത്തീകരിക്കാനോ ഇപ്പോഴും നടപടി കൈക്കൊള്ളാത്തതിനാലാണ് അധികാരികൾക്കെതിരെയുള്ള പ്രതിഷേധ ഭാഗമായി ബിജെപി പുല്ലൊടി ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംഗൻവാടിക്ക് മുന്നിൽ സമരം സംഘടിപ്പിച്ചത്. അംഗനവാടി 10 നമ്പർ അംഗനവാടി അനവധി വർഷം കഴിഞ്ഞിട്ടും മഴയും വെയിലും കാറ്റുമടിച്ച് ബിജെപി വെള്ളരിക്കുണ്ട് മണ്ഡല കമ്മിറ്റി പ്രസിഡന്റ് വിനീത് മുണ്ടമാണി സമരം ഉദ്ഘാടനം ചെയ്തു. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പണി പൂർത്തിയാക്കി കുട്ടികൾക്ക് നൽകാമെന്ന വാഗ്ദാനത്തോടു കൂടിയാണ് ഇവിടുത്തെ സമീപവാസികളുടെ സഹകരണത്തോടു കൂടി ഇപ്പോൾ താൽക്കാലികമായി താഴെ ഈ അംഗനവാടി പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇക്കാലം അത്രയും ഇതിൻ്റെ പ്രവൃത്തി ആരംഭിച്ച് ചെറിയ രീതിയിൽ ആരംഭിക്കുകയും അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ ഈ അംഗനവാടി ഇന്നും ഈ ശോചനീയമായ അവസ്ഥയിൽ താഴെ ഒരു ഷെഡിൽ പ്രവർത്തിക്കുകയാണ്. ഈ വിഷയങ്ങൾ പല പ്രാവശ്യം പഞ്ചായത്ത് അധികൃതരോട് നമ്മുടെ പാർട്ടിയുടെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീം സംസാരിക്കുകയും അപ്പോഴൊക്കെ അവർ താൽക്കാലികമായി പല ഒഴിവുകേടുകൾ പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് മാറി നിൽക്കുകയും ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാതെ ഇന്നും കുട്ടികൾ ഈ വളരെ ശോചനീയമായ സാഹചര്യത്തിൽ നിന്ന് അവിടെ ഈ വിദ്യാഭ്യാസം തുടരുകയാണ്. ഈ അംഗനവാടി എന്ന് പറയുന്നത് സാധാരണ നിങ്ങൾക്കറിയാം, ഒരു ചെറിയ കുട്ടികളുടെ വിദ്യാഭ്യാസ സ്ഥാപനം മാത്രമല്ല, ഒരു പ്രദേശത്തിലെ മൊത്തത്തിലുള്ള സാമൂഹികമായ അമ്മമാർ, അതുപോലെ പെൺകുട്ടികൾ, അതേപോലെ പിഞ്ചുകുട്ടികളുടെ വാക്സിനേഷൻ തുടങ്ങിയ പല കാര്യങ്ങളും ആ ഒരു പ്രദേശത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നടത്തുന്ന പല ഡാറ്റകളും കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഈ അംഗനവാടി എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രാധാന്യം പഞ്ചായത്ത് ഉൾക്കൊള്ളാതെ. ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി നാരായണൻ അധ്യക്ഷനായി. കർഷക മോർച്ച കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ ബളാൽ, ബിജെപി ബളാൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സാജൻ പുഞ്ച, സാവിത്രി ശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. എം ഹരീഷ് സ്വാഗതവും എസ് വി അരുൺ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.